Exercise 5.3 question number 19. 200 logs are stacked in the following manner. 20 logs in the bottom row, 19 in the next row, 18 in the row next to it, and so on. In how many rows are the 200 logs placed? And how many logs are in the top row? So, 200 logs 200 തടി കഷ്ണങ്ങൾ അടുക്കി വെച്ചിരിക്കുന്നു. ഇൻ എ മാനർ സച്ച് ദാറ്റ് ബോട്ടം റോ 20 പീസസ് ആണുള്ളത്, അതിന്റെ തൊട്ടു മുകളിൽ 19 പീസസ്, അതിന്റെ ജസ്റ്റ് അബോവ് 18 ആൻഡ് സോ ഓൺ. അപ്പോ നമുക്കറിയാം മരക്കഷണങ്ങള് അല്ലെങ്കിൽ പൈപ്പുകള് അത് അടുക്കി വെക്കുന്ന സമയത്ത് ഏറ്റവും താഴെ ഒരെണ്ണം, അതിനോട് ചേർന്ന് വീണ്ടും ഒരെണ്ണം, അതിനോട് ചേർന്ന് വീണ്ടും ഒരെണ്ണം, ഇങ്ങനെ. ഇനി ഇതിന്റെ മുകളിൽ ഉരുണ്ട് വീഴാതെ പ്ലേസ് ചെയ്യണമെങ്കിൽ 3 എണ്ണമാണ് ഏറ്റവും ബോട്ടം ഉള്ളതെങ്കിൽ അതിന്റെ മുകളിൽ നമുക്ക് 2 എണ്ണമാണ് പ്ലേസ് ചെയ്യാൻ പറ്റുന്നത്. 2 ലോക്സ് അല്ലെങ്കിൽ 2 പൈപ്പുകൾ. അപ്പോൾ ഇനി വീണ്ടും ഈ 2 എണ്ണത്തിന്റെ മുകളിൽ നമുക്ക് ഒരെണ്ണമേ പ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഏറ്റവും ബോട്ടം റോയില് 20 എണ്ണമാണ് വെക്കുന്നത്. അതിന്റെ മുകളിൽ ഒറ്റ ലൈനിൽ വെക്കണമെങ്കിൽ 19 ലോക്സ് മാത്രമേ അറേഞ്ച് ചെയ്യാൻ പറ്റൂ. അതിന്റെ മുകളിൽ 18. കാരണം അത് ആ ടെസ്റ്റിലെ ആ ഫിഗർ കണ്ടാൽ മനസ്സിലാകും, ഓരോന്നോരോന്ന് കുറച്ച് വേണം മുകളിലോട്ട് അതിനെ അടുക്കി വെക്കാൻ. എങ്കിൽ മാത്രമേ അത് ഉരുണ്ട് വീഴാതെ അത് ആ ഒരു ഷേപ്പിൽ ഇരിക്കുകയുള്ളൂ. അപ്പോ ടെസ്റ്റിലെ ആ ഫിഗർ ഒന്ന് നോക്കുക മനസ്സിലാക്കുന്നതിന് വേണ്ടി. നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നത് ഏറ്റവും ബോട്ടം റോയില് 20 ആണ്, അതിന്റെ ജസ്റ്റ് എബോ 19, അതിന്റെ ജസ്റ്റ് എബോ 18. അങ്ങനെയാണെങ്കിൽ ഇത് 20, 19, 18 എന്നത് ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഫോം ചെയ്യും. ബിക്കോസ് കോമൺ ഡിഫറൻസ് ഇവിടെ -1 ആണ്. ഓരോന്ന് വിധം കുറഞ്ഞാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ചോദിച്ചിരിക്കുന്നത് ഇതാണ്, ക്വസ്റ്റ്യൻ ഇതാണ്, ഇൻ ഹൗ മെനി റോസ് ആർ ദ 200 ലോഗ്സ് പ്ലേസ്ഡ്? അതായത് ഈ 200 തടിക്കഷ്ണങ്ങൾ ലോഗ്സിനെ ഈ ഒരു മാനറിൽ അടുക്കി വെച്ചിരിക്കുകയാണെങ്കിൽ എത്ര റോയിൽ അതിനെ അടുക്കി വെക്കാം? അതായത് ഇങ്ങനെ ഇതിനെ കണ്ടിന്യൂ ചെയ്ത് അടുക്കി വെച്ച് പോയാൽ ഇത് ഫസ്റ്റ് റോ ആണ് ഫ്രം ദ ബോട്ടം, ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, തേർഡ് റോ, ഇങ്ങനെ എത്ര റോസ് മുകളിലോട്ട് ഉണ്ടാകും? അതാണ് നമുക്കുള്ള ക്വസ്റ്റ്യൻ. അപ്പോ ടോട്ടൽ നമ്പർ ഓഫ് ലോഗ്സ് 200 ആണ്. ദാറ്റ് മീൻസ് Sn is equal to 200. ഫസ്റ്റ് ടൈം ഓഫ് ദ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ is 20 ആൻഡ് കോമൺ ഡിഫറൻസ് is -1. അങ്ങനെയാണെങ്കിൽ സം ഓഫ് n ടൈംസ്, അതായത് 1, 2, 3, 4, 5 ഇങ്ങനെ പറയുന്ന നമ്പർ ഓഫ് റോസ് ആണ് ഇവിടെയുള്ള നമ്പർ ഓഫ് ടൈംസും. കാരണം 20, 19, 18 ഇങ്ങനെ അടുക്കി വെച്ചാൽ എത്ര എണ്ണം ഉണ്ട്, എത്ര റോസ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ ഇത് എണ്ണി നോക്കിയാൽ മതി. 1, 2, 3, 4. ദാറ്റ് മീൻസ് ദ നമ്പർ ഓഫ് ടൈംസ് ഇൻ ദിസ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഹൂസ് ടോട്ടൽ സം ഈസ് 200. അപ്പൊ നമുക്ക് അതിനെ സ്റ്റെപ്പ് എഴുതി എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് റോ 20 ലോഗ്സ് ആണ്, ആൻഡ് സെക്കൻഡ് റോ ജസ്റ്റ് എബോവ് ദ ഫസ്റ്റ് റോ 19 ലോഗ്സ്, and third row 18 logs and so on എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ therefore this sequence form an arithmetic progression. ഈ നമ്പറുകൾ ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഫോം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ ഇങ്ങനെ എഴുതാം, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ is equal to 20, 19 and 18 and so on. ഇപ്പൊ ഇവിടെ ഫസ്റ്റ് ടൈം ഓഫ് ദ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ is 20 and common difference is equal to -1 because continuously 1 is subtracted from the preceding term to get to the next term. അപ്പോ ഫസ്റ്റ് ടൈം ആയി, കോമൺ ഡിഫറൻസ് ആയി. അങ്ങനെയാണെങ്കിൽ ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് ലോഗ്സ് 200 ആണ്. അതിന് നമുക്ക് Sn is equal to 200 എന്ന് എഴുതാം. അപ്പോ ഈ Sn കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ n/2 into 2a plus n-1 into d ആണ്, which is given 200. n-ന്റെ വാല്യൂ നമുക്ക് അറിയില്ല, അതാണ് ഇവിടെ കണ്ടുപിടിക്കാനുള്ളത്. ഇൻ ഹൗ മെനി റോസ്? അപ്പൊ n/2 into 2 into ഫസ്റ്റ് ടൈം ഓഫ് ദ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ 20 plus n-1 into കോമൺ ഡിഫറൻസ് -1 which is 200. അങ്ങനെയാണെങ്കിൽ n മാത്രം ഇവിടെ എഴുതിയിട്ട് 2 നമുക്ക് റൈറ്റ് സൈഡിലേക്ക് എഴുതാം. ഇവിടെ 2 into 20 which is 40 plus -1 into n which is -n, minus into minus plus 1 is equal to 200 divided by 2. ഇവിടെ എത്തുമ്പോൾ multiply by 2 ആകും. സിംപ്ലിഫൈ ചെയ്യാം. n into 40 plus 1 which is 41 plus into minus minus n is equal to 400. അങ്ങനെയാണെങ്കിൽ ഇവിടെ n into 41 which is 41n minus
into plus minus n into n which is n square is equal to 400. ഇതിനെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയാൽ മൈനസ് എൻ സ്ക്വയർ പ്ലസ് 41n ഈസ് ഈക്വൽ ടു 400 ഈക്വൽ സൈഡ് ലെഫ്റ്റിലെത്തും മൈനസ് 400 ആയി മാറും ഈസ് ഈക്വൽ ടു 0. ഇത് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് ഇവിടെ നമുക്ക് കിട്ടിയത്. ഇതിന്റെ ഫസ്റ്റ് ടൈം എൻ സ്ക്വയർ നെഗറ്റീവ് ആണ്, അതിനെ പോസിറ്റീവ് ആക്കാൻ വേണ്ടി ഓരോ ടൈമിനെയും -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ ഓപ്പോസിറ്റ് സൈൻ എഴുതിയാൽ മതി. ഇവിടെ n square minus 41n plus 400 is equal to 0. ഈ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനെ നമുക്കറിയാവുന്ന ഏതെങ്കിലും ഒരു മെത്തേഡിൽ എന്നിന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ ഇവിടെ n സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 which is a and എന്നിന്റെ കോഎഫിഷ്യന്റ് b is equal to -41 and the constant number c is equal to 400. അങ്ങനെയാണെങ്കിൽ b square minus 4ac കണ്ടുപിടിക്കാം. ആദ്യം is equal to 41 minus 41 in the square minus 4 into a1 into c which is 400 is equal to minus in the square plus ആണ് 41 in the square 1681 minus 4 into 4 which is 1600 is equal to 81. b square minus 4ac ആണ് 81. അങ്ങനെയാണെങ്കിൽ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac is equal to റൂട്ട് ഓഫ് 81 which is plus or minus 9. ഇനി ഇവിടെ നമുക്കുള്ള വേരിയബിള് ഇക്വേഷൻ n സ്ക്വയർ മൈനസ് 41n പ്ലസ് 400 ആണ് is equal to 0. ഇതിലെ വേരിയബിൾ n ആയതുകൊണ്ട് നമുക്ക് n ന്റെ വാല്യൂ എഴുതാം മൈനസ് b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a is equal to മൈനസ് b യുടെ വാല്യൂ മൈനസ് 41 plus or minus root of b square minus 4ac 9 ആണ് divided by 2 into a which is 1 is equal to minus of minus plus 41 plus or minus 9 divided by 2. ഇതിൽ നിന്ന് നമുക്ക് രണ്ട് വാല്യൂസ് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. 41 plus 9 divided by 2 and 41 minus 9 divided by 2. 41 plus 9 which is 50 divided by 2 and 41 minus 9 which is 32 divided by 2. 50 by 2 which is 25 and 16. ഇത് രണ്ടുമാണ് എന്നിന്റെ വാല്യൂസ് ആയിട്ട് നമുക്ക് കിട്ടിയ നമ്പർ. അപ്പൊ ഇതിൽ രണ്ടും പോസിറ്റീവ് നമ്പറുകളാണ്. അങ്ങനെയാണെങ്കിൽ വിച്ച് ഈസ് ദ കറക്റ്റ് ആൻസർ അത് നമുക്ക് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ഇവിടെ എന്നിന്റെ വാല്യൂ ആണ് ഈ 25 or 16 എന്ന് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. n എന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യനിൽ നമ്പർ ഓഫ് റോസ് ആണ്, അതായത് 25 വരികളിലായിട്ട് ആണ് ഇതിനെ അടുക്കി വെച്ചിരിക്കുന്നതെന്ന് നമ്മൾ കൺസിഡർ ചെയ്താൽ ഏറ്റവും അടിയിലത്തെ റോയില് 20 ലോക്സ് ആണുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ മുകളിലേക്ക് അടുക്കി വെച്ചാൽ ഒരിക്കലും അത് 25 റോസ് ഉണ്ടാകാൻ ചാൻസ് ഇല്ല. ബോട്ടം റോയിൽ നമ്പർ ഓഫ് ലോക്സ് 20 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ മുകളിലേക്ക് അടുക്കി വെച്ചാൽ ഒരിക്കലും 20യേക്കാൾ കൂടുതലായ ഒരു നമ്പർ ആൻസർ ആയി വരത്തില്ല. അങ്ങനെയാണെങ്കിൽ ഈ 25നെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. കറക്റ്റ് ആൻസർ ഈസ് 16 ബിക്കോസ് 20 ആണ് ഏറ്റവും ബോട്ടം റോയിലുള്ള ലോക്സിന്റെ എണ്ണമെങ്കിൽ മുകളിലേക്കുള്ള നമ്പർ ഓഫ് റോസ് ലെസ് ദാൻ 20 ആയി വരുന്ന ഒരു നമ്പർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആൻസർ എഴുതി വെക്കാം. Therefore there are 16 rows. Otherwise 200 logs are arranged അല്ലെങ്കിൽ placed in 16 rows എന്ന ആൻസർ എഴുതി വെക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ടോപ്പ് മോസ്റ്റ് റോയില് എത്ര ലോഗ്സ് ഉണ്ട്? അതായത് നമ്മളിപ്പോ 20, 19, 18, 17 ഇങ്ങനെ എഴുതി പോയാൽ 1, 2, 3, 4 ഇത് ഫസ്റ്റ് ടൈം, സെക്കൻഡ് ടൈം, തേർഡ് ടൈം, ഫോർത്ത് ടൈം, ഫിഫ്ത് ടൈം ഇങ്ങനെ പോയാൽ ഒരു 16 ടൈംസ് ആണ് ഇവിടെ ഉള്ളത്. ബിക്കോസ് ടോട്ടൽ നമ്പർ ഓഫ് റോസ് 16 ആണ്. അങ്ങനെയാണെങ്കിൽ ടോപ്പ് മോസ്റ്റ് റോ എന്ന് പറയുന്നത് 16th റോ ആണ്. ആ 16th റോയിൽ ഇവിടെയുള്ള നമ്പർ എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ദാറ്റ് മീൻസ് 16th ടേം ഓഫ് ദ അരിത്മെറ്റിക് പ്രോഗ്രഷൻ എന്നാണ്. അങ്ങനെയാണെങ്കിൽ A16 ആണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്, വിച്ച് ഈസ് a plus n minus 1 into d is equal to first term of the arithmetic progression is 20 plus n 16 minus 1 into common difference is minus 1 is equal to 20 plus 16 minus 1 which is 15 into minus 1 is equal to 20 plus into minus minus 15 which is 5. അപ്പൊ നമുക്ക് ഫൈനൽ ആൻസർ എഴുതി വെക്കാം. Therefore 5 logs are there in the topmost row. Question number 20, the last question. In a potato race, a bucket is placed at the starting point, which is 5 meters from the first potato, and the other potatoes are placed 3 meters apart
in a straight line. There are 10 potatoes in the line. A competitor starts from the bucket, picks up the first potato, runs back with it, drop it in the bucket, run back to pick up the next potato and so on. ഇത് ക്വസ്റ്റ്യൻ കുറെ ഉണ്ട്, അതെല്ലാം കൂടി എഴുതിയാൽ നമുക്ക് ആൻസർ എഴുതാനുള്ള സ്പേസ് ഉണ്ടാവില്ല. ക്വസ്റ്റ്യൻ നിങ്ങൾ ടെസ്റ്റ് നോക്കി ഒന്ന് വായിച്ചു നോക്കുക. മെയിൻ പോർഷൻ ഞാൻ എഴുതിയിട്ടുണ്ട്. വാട്ട് ഈസ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് ദ കോമ്പറ്റീറ്റർ ഹാസ് ടു റൺ? ടോട്ടൽ എത്ര ഡിസ്റ്റൻസ് ആ കോമ്പറ്റീറ്റർ ഓടണം, റൺ ചെയ്യുന്ന ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ടെസ്റ്റിൽ അത് ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ബക്കറ്റ് പ്ലേസ് ചെയ്തിരിക്കുകയാണ്. ഈ ബക്കറ്റിൽ നിന്നും ഫ്രം ദ ബക്കറ്റ് ഫസ്റ്റ് പൊട്ടറ്റോ വരെയുള്ള ഡിസ്റ്റൻസ് 5 മീറ്റർ ആണ്. ആൻഡ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ, ഒരു സ്ട്രെയിറ്റ് ലൈനില് അനദർ പൊട്ടറ്റോസ് ആർ പ്ലേസ്ഡ് 3 മീറ്റർ അപ്പാർട്ട്. അതായത് ഈ ഫസ്റ്റ് പൊട്ടറ്റോയിൽ നിന്നും നെക്സ്റ്റ് പൊട്ടറ്റോ വരെയുള്ള ഡിസ്റ്റൻസ് 3 മീറ്റർ ആണ്. ആൻഡ് സെയിം 3 മീറ്റർ ഡിസ്റ്റൻസില് എല്ലാ പൊട്ടറ്റോസും പ്ലേസ് ചെയ്തിരിക്കുന്നു. ഇവിടെയും 3 മീറ്റർ ആണ്. അങ്ങനെ ടോട്ടൽ there are 10 പൊട്ടറ്റോസ്. മൊത്തം 10 പൊട്ടറ്റോസ് ആണ് ഉള്ളത്. ഒരു കോമ്പറ്റീറ്റർ ഈ പോയിന്റിൽ നിന്ന്, ബക്കറ്റിന്റെ അടുത്തുള്ള പോയിന്റിൽ നിന്ന്, സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഫസ്റ്റ് പൊട്ടറ്റോ വരെ ഓടി അതിനെ എടുത്ത് ഈ ബാസ്ക്കറ്റിൽ ഡ്രോപ്പ് ചെയ്യുക. എഗെയിൻ ഈ പോയിന്റിൽ നിന്ന് നെക്സ്റ്റ് പൊട്ടറ്റോ വരെ ഓടുക, അതിനെ പിക്ക് ചെയ്യുക, അതിനെ കൊണ്ടുവന്ന് ബാസ്ക്കറ്റിൽ ഡ്രോപ്പ് ചെയ്യുക. എഗെയിൻ ഇവിടെ നിന്ന് ഓടി അടുത്ത പൊട്ടറ്റോ വരെ എത്തുക, അതിനെ പിക്ക് ചെയ്യുന്നു, വീണ്ടും അതിനെ ബാസ്ക്കറ്റിൽ ഡ്രോപ്പ് ചെയ്യുന്നു. എഗെയിൻ നെക്സ്റ്റ് പൊട്ടറ്റോ പിക്ക് ചെയ്യുക, അതിനെ ഡ്രോപ്പ് ചെയ്യുക. അങ്ങനെ 10 പൊട്ടറ്റോസ്, 10 പൊട്ടറ്റോസിനെ ഈ ഒരു മാനറിൽ ഈ ബക്കറ്റിൽ ഡ്രോപ്പ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് ദ കോമ്പറ്റീറ്റർ ഹാസ് ടു റൺ? അതാണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമ്മൾ സ്റ്റെപ്പ് എഴുതി ഒന്ന് ചെയ്ത് നോക്കാം. ടോട്ടൽ നമ്പർ ഓഫ് പൊട്ടറ്റോസ് 10 ആണ്. അതായത് നമ്മുടെ ഇവിടെ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെയുള്ള ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് 10 ആണ്. ഇനിയും ഈ ഒരു പ്ലേസിൽ നിന്ന് അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഫസ്റ്റ് പൊട്ടറ്റോ വരെയുള്ള ഡിസ്റ്റൻസ് 5 മീറ്റർ ആണ്. സ്റ്റാർട്ടിംഗ് ഈ പൊട്ടറ്റോ ഈ ബാസ്ക്കറ്റിൽ ഡ്രോപ്പ് ചെയ്യണമെങ്കിൽ ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഇവിടെ വരെ ഓടിയെത്തണം. അതിനുശേഷം തിരിച്ച് ഇത്രയും സെയിം ഡിസ്റ്റൻസ് ഓടി വേണം ഈ ബാസ്ക്കറ്റിൽ ഡ്രോപ്പ് ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് പൊട്ടറ്റോ ഈ ബാസ്ക്കറ്റിൽ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി റൺ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 5, തിരിച്ച് വീണ്ടും 5. അപ്പൊ 5 + 5, അതർവൈസ് 5 × 2. അപ്പൊ നമുക്ക് അതിനെ സ്റ്റെപ്പായി ഇങ്ങനെ എഴുതാം. ദ അപ് ഡൗൺ ഡിസ്റ്റൻസ് to drop the first potato is equal to ഫസ്റ്റ് പൊട്ടറ്റോ ഡ്രോപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഓടേണ്ട ഡിസ്റ്റൻസ് ഇവിടുന്ന് ഇവിടം വരെ, ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഫസ്റ്റ് പൊട്ടറ്റോ വരെ 5 ആണ്. എഗെയിൻ 5 ബാക്ക്. അങ്ങനെയാണെങ്കിൽ 5 × 2 ആണ് ടോട്ടൽ ഡിസ്റ്റൻസ് ടു ഡ്രോപ്പ് ദ ഫസ്റ്റ് പൊട്ടറ്റോ ഈസ് ഈക്വൽ ടു 10 മീറ്റർ. അങ്ങനെയാണെങ്കിൽ സെയിം വേ ദ അപ് ഡൗൺ ഡിസ്റ്റൻസ് ടു ഡ്രോപ്പ് ദ സെക്കൻഡ് പൊട്ടറ്റോ ഈസ് ഈക്വൽ ടു, അപ്പോ ഈ പോയിന്റിൽ നിന്ന് സെക്കൻഡ് പൊട്ടറ്റോ വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 5 + 3 ആണ്. ഈ ഒരു ഫസ്റ്റ് 5 ഡിസ്റ്റൻസ് ആൻഡ് 3. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ 1 വേ ഡിസ്റ്റൻസ് ഈസ് 8 ആണ്. അപ് ഡൗൺ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ 8 × 2. അപ്പൊ നമുക്ക് അതിനെ ഇങ്ങനെ എഴുതി വെക്കാം. 5 + 3 × 2. 5 + 3 എന്ന് പറയുമ്പോൾ ഈ 5 and ഈ 3 ഫോർ ദ സെക്കൻഡ് പൊട്ടറ്റോ, which is 8 × 2, which is 16 meter. Same way, the up down distance to drop the third potato. തേർഡ് പൊട്ടറ്റോ ഡ്രോപ്പ് ചെയ്യുന്നതിന് ഓടേണ്ട, റൺ ചെയ്യേണ്ട ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഫസ്റ്റ് ഒരു 5 മീറ്റർ, നെക്സ്റ്റ് 3 മീറ്റർ ആൻഡ് നെക്സ്റ്റ് 3 മീറ്റർ ഫോർ ദ തേർഡ് പൊട്ടറ്റോ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ 5, 8, 11 ആണ് ഇവിടെയുള്ള 1 വേ ഡിസ്റ്റൻസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ ഇങ്ങനെ എഴുതാം. 5 + 3 + 3 × 2 is equal to 11 × 2, which is 22 meter. അപ്പൊ ഇവിടെ ഇത്തരത്തില് ഒരു 10 ലൈൻസ് നമ്മൾ ഇവിടെ എഴുതേണ്ട ആവശ്യമില്ല. നമുക്കൊരു ഫസ്റ്റ് 3 ടൈംസ് ഈ അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ കിട്ടി. ഇനി അത് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണോ എന്ന് നോക്കാം. 10, 16, 22. ഇവിടെ 6 ആണ് ആഡ് ചെയ്തത്. അഗൈൻ 6 is added to get the third time of the arithmetic progression, which is 22. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ ഇങ്ങനെ എഴുതി വെക്കാം. Therefore 10, 16, 22 form
ആൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. ഇവിടെ ഇതൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഫോം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ്, ഓടിയ ടോട്ടൽ ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ നമ്പർ ഓഫ് പൊട്ടറ്റോസ് 10 ആണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് പൊട്ടറ്റോ ബാസ്ക്കറ്റിൽ ഡ്രോപ്പ് ചെയ്യാൻ ഈ ഒരു അപ് ഡൗൺ ഡിസ്റ്റൻസ് ആണ് നമ്മൾ 10 എന്ന് എഴുതിയത്. നെക്സ്റ്റ് സെക്കൻഡ് പൊട്ടറ്റോയ്ക്ക് വേണ്ടിയുള്ള ഡിസ്റ്റൻസ് ആണ് 16. അങ്ങനെ ടോട്ടൽ there are 10 ടേംസ് ഇൻ ദിസ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. അങ്ങനെയാണെങ്കിൽ ഈ അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ 10, 16, 22 എന്ന അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ 10 ടേമിന്റെ സം നമ്മൾ കണ്ടുപിടിച്ചാൽ ആൻസർ നമുക്ക് കിട്ടും, വിച്ച് ഈസ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് ദ കോമ്പറ്റീറ്റർ ഹാസ് ടു റൺ. അപ്പൊ നമുക്ക് ആ 10 ടേംസിന്റെ സം ഒന്ന് കണ്ടുപിടിക്കാം. ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് വിച്ച് ഈസ് n is 10 because total there are 10 potatoes. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടേം ഓഫ് ദ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ is 10 and common difference is 6. 16 minus 10 which is 6. Otherwise 22 minus 16 is also 6. Yes, 10 നമുക്ക് കണ്ടുപിടിക്കാം. 10 divided by 2 into first term 10 plus 10 minus 1 into common difference is 6 is equal to 10 by 2 which is 5 into 20 plus 9 into 6 is equal to 5 into 20 plus 54 is equal to 5 into 74 which is 370 meters. അങ്ങനെയാണെങ്കിൽ ഫൈനൽ ആൻസർ നമുക്ക് എടുത്തെഴുതേണ്ടത് ഇങ്ങനെയാണ്. Therefore the total distance the competitor has to run is equal to 370 meters. അപ്പൊ ഈ ചാപ്റ്ററിലെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്തു കഴിഞ്ഞു. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുന്ന കാര്യം മറന്നു പോകരുത്. മറ്റുള്ളവർക്ക് കൂടി ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാ ക്ലാസ്സുകളും റെഗുലറായി അറ്റൻഡ് ചെയ്യുക.